ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ തിരക്കായിരുന്നേ, അതുകൊണ്ടാണ് 3-4 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാഞ്ഞേ. അപ്പോൾ ഞാൻ രാവിലെ മുരിങ്ങക്കായും പിന്നെ തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങായും ചെറിയുള്ളിയും പിന്നെ പെരിഞ്ജീരകവും ഉലുവ ഒരു നുള്ളു മതി കേട്ടോ, അധികമായി പോകരുതേ. വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുവാണേ. മിക്സിയുടെ ജാറിൽ ഞാൻ തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടാണ് വറക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അന്നേരം എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടുമല്ലോ. പള്ളിയിൽ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കുമായിരുന്നു കേട്ടോ. അതാ ഞാൻ വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞ്. കഴിഞ്ഞിട്ടില്ല, 28-ാം തീയതി ഞായറാഴ്ചയും കൂടി ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ സ്കൂളിൽ സ്പോർട്സ് ഉണ്ട്, അപ്പോൾ സ്കൂളിൽ പോകണം. രക്ഷിതാക്കളും കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ആർട്സ് ഡേക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട് കുഞ്ഞിപ്പെണ്ണിന്, അപ്പോൾ അതൊക്കെ പഠിപ്പിക്കലും എല്ലാം ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞ്. ആർട്സ് ഡേ കഴിഞ്ഞിട്ടില്ല. ഞാൻ സാധാരണ തലേദിവസം കറിക്ക് അരിഞ്ഞു വെക്കുകയും പിന്നെ തേങ്ങ വറുത്ത് വെക്കുകയൊക്കെ ചെയ്യാറുള്ളതാണ്. ഇന്നലെ ഒന്നും ചെയ്യാൻ നേരം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് രാവിലെയാണ് എല്ലാം അരിയുകയും പിന്നെ വറക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ കയറിക്കൂടലൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ, പിന്നെ ഞായറാഴ്ചയും അല്ലായിരുന്നോ. നേരമൊക്കെ വെട്ടം വീണ് വരുന്നുണ്ട്. ഞാൻ തേങ്ങ വറുത്ത് മാറ്റി കേട്ടോ, അതിനെ അരച്ചെടുക്കണം. പിന്നെ ആ തേങ്ങ വറുത്ത ചീനച്ചട്ടി തന്നെ കുറച്ച് മുളകും മല്ലിയും മഞ്ഞളും എല്ലാം എണ്ണ ഒഴിക്കാതെ ഒന്ന് മൂപ്പിച്ചും വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് ഒരു പകുതി വേവാവുന്നിടം വരെയും വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്ക എല്ലാം ഉണ്ട്. പച്ചമുളകും എല്ലാം കീറിയിട്ടിട്ടുണ്ട്. യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഇപ്പം അറിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഇടയ്ക്കൊക്കെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലും അതുപോലെ കുറച്ച് കോപ്പിറൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വ്യൂ ഒക്കെ വല്ലാണ്ട് കുറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാർക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയെന്നൊക്കെ. അതൊക്കെ ശരിയാക്കി ഇനിയെല്ലാം പഴയ പോലെ ശരിയാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ വീഡിയോ എടുക്കാനും എല്ലാം ഒരു ഇതായി, വോയിസ് കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ ആയി ഇപ്പം. ഇനി എല്ലാം ശരിയാക്കി എടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഞാൻ നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടിയില്ലേ, അത് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കേട്ടോ. മൂപ്പിച്ച് വെച്ചതായതുകൊണ്ട് ഇനി മൂക്കാനൊന്നുമില്ല, ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് തേങ്ങ വറുത്ത് അരച്ച് വെച്ചേക്കുന്നത് ചേർത്തു. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. ഇത്രയും നേരം ഉപ്പ് ചേർത്തില്ലായിരുന്നല്ലോ, ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. ഞാനിന്നിപ്പോൾ രാവിലെ ചായക്ക് കടിയൊന്നും പ്രത്യേകിച്ച് ആക്കിയില്ല. ഗോതമ്പും റാഗിയും കൂടെ മിക്സ് ആക്കിയിട്ട് മുത്താറിയില്ലേ, അതും കൂടെ മിക്സ് ആക്കിയിട്ട് ദോശ ഉണ്ടാക്കും കേട്ടോ ചെയ്തേ. അപ്പോൾ അത് പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് രാവിലെ പഴമൊക്കെ പുഴുങ്ങി പിന്നെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് പിള്ളേർക്ക് രാവിലെ ചായക്ക് കൊടുത്തത്. പിന്നെ അക്കു കുറച്ച് ചോറും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. ചേട്ടായി രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ചവച്ചുകൊണ്ട് കുറച്ച് മെഴുക്കുരട്ടിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. 8 മണി ആവാറായിട്ടുണ്ട് സമയം. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചേട്ടായിയും അക്കുവൊക്കെ പോകും. പിന്നെ ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ 9:10 ആകുമ്പോൾ ബസ്സിന് കയറ്റി വിട്ടാൽ മതി. പിന്നെ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നല്ല ചീര നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് പറിച്ച് തോരനും കൂടെ വെച്ചു. ഇത് പച്ചയുമല്ല ചുവപ്പും അല്ലാത്തൊരു ചീരയാണ്. ഇത് നമ്മൾ ചുവന്ന ചീരയൊക്കെ വെക്കുമ്പോൾ ചുവന്ന കളറിൽ തോരനിരിക്കുകയില്ല, അതുപോലെ ഒന്നും ആവത്തില്ല. രണ്ടും കൂടെ ചേർന്നൊരു കളറാട്ടോ. പിന്നെ പച്ചച്ചീരയുണ്ട്. എനിക്ക് ആ ഒരു ചീരക്കാരും ഇഷ്ടം കേട്ടോ, ഈ പച്ചച്ചീര. ഇനിയിപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ട്. എന്നിട്ട് അകമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടണം. ഇന്നിപ്പോൾ തറ തുടയ്ക്കുന്നില്ല. തുണി അലക്കാനുള്ളതൊക്കെ ഞാൻ രാവിലെ അലക്കി വർക്ക് ഏരിയയിൽ വിരിച്ചിട്ടു. ഇനിയിപ്പോൾ അക്കുവിന് സ്കൂളിൽ PT മീറ്റിംഗ് ഉണ്ട് 11:30 ആകുമ്പോൾ. അപ്പോഴത്തേക്ക് സ്കൂളിലേക്ക് പോകണം. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിലും പോകണം, സ്പോർട്സ് ആണല്ലോ, അപ്പോൾ അവിടെയും പോകണം. PT മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പെരുമഴയായി. പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിലേക്കാണ് പോയത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ സ്പോർട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. മഴയായതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്ക് സ്പോർട്സും പരിപാടികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക്. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.